കോൺഗ്രസ് നേതാവ് രാഹുലിനെ വെല്ലുവിളിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മുംബൈ നോർത്ത് മണ്ഡലത്തിൽ തനിക്കെതിരെ മത്സരിക്കണമെന്ന് പീയൂഷ് ഗോയൽ ആവശ്യപ്പെട്ടു. അമേഠിയിലോ വാരാണസിയിലോ രാഹുലിന് മത്സരിക്കണമെങ്കിൽ അതുമാവാം. അതും പീയൂഷ് ഗോയൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. വയനാട്ടിൽ മത്സരിച്ച രാഹുൽ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ മത്സരിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കവെയാണ് രാഹുലിനെ വെല്ലുവിളിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രംഗത്തെത്തിയത്. തന്റെ എതിരാളിയായി മുംബൈ നോർത്ത് മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ ഇരുകൈ നീട്ടി സ്വാഗതം ചെയ്യുമെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. അമേഠിയിൽ മത്സരിച്ചാൽ സ്മൃതി ഇറാനി മുട്ടുകുത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ വാരണാസിയിൽ രാഹുൽ മത്സരിക്കണമെന്നും പീയൂഷ് ഗോയൽ ആവശ്യപ്പെട്ടു. राहुल गांधी जी मेरे क्षेत्र में आए, उत्तर मुंबई में, और लड़े. वो चाहे तो उत्तर मुंबई भी आए, अमेठी भी आए, बनारस में लड़े ना. हिम्मत है तो बनारस में लड़के दिखाए. जिस कॉन्स्टिट्यूएंसी में लड़ना चाहे उनका स्वागत है, खुले दिल से और खुले आम स्वागत है. और मुझे लगता है उन्हें 4-5 कॉन्स्टिट्यूएंसी से लड़ना चाहिए. कोई शायद तुक्के में एक आध आ जाए, क्योंकि वायनाड से तो हार रहे हैं. രാമസേതു നശിപ്പിക്കാൻ ശ്രമിച്ച കോൺഗ്രസുകാർ ശ്രീരാമചന്ദ്രന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്തു. രാഹുൽ അയോധ്യയിൽ പോകുന്നതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ പീയൂഷ് ഗോയൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ വാക്കുകൾക്ക് ശ്രീരാമനോട് അവിടെ എത്തി മാപ്പപേക്ഷിക്കണമെന്നും കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയിലെ 11 മണ്ഡലങ്ങളിലാണ് മെയ് 7-ന് തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ മണ്ഡലങ്ങളിൽ പ്രചരണത്തിനെത്തുന്ന BJP നേതാക്കൾ രൂക്ഷമായ വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉയർത്തുന്നത്. ജനം, ഡൽഹി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ആദ്യം ഈ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയൊരു വിവരം നമുക്ക് ലഭിക്കാനുണ്ട്. കാരണം നേരത്തെ നന്ദഗോപൻ തന്നെ സൂചിപ്പിച്ചു, വാർത്തകളിലെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റായ്ബറേലിയിലെയും അതുപോലെ അമേഠിയിലെയും സീറ്റുകൾ സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? എങ്ങനെയാണ് യോഗം പുരോഗമിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഐസൻ, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം AICC ആസ്ഥാനത്ത് ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമായും അമേഠിയിലും റായ്ബറേലിയിലും ആര് മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യോഗം ചേരുന്നത്. അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുവാനുള്ള സാധ്യതകളാണ് ഇതുവരെയായിട്ടും ലഭ്യമായ സൂചനകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേഠിയിൽ രാഹുൽ മത്സരിക്കണമെന്നുള്ളൊരു വികാരം അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു. അത് മാത്രമല്ല, ഇതിനോടകം തന്നെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു വീഡിയോ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എല്ലാ പ്രചരണങ്ങളും ഇവിടെ തയ്യാറായി എന്നുള്ള വീഡിയോ അടക്കം ഇതിനോടകം തന്നെ പ്രചരിച്ചു കഴിഞ്ഞു. അങ്ങനെ അമേഠിയിലെ താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കണം, ആ മണ്ഡലം തിരിച്ചു പിടിക്കണം, സ്മൃതി ഇറാനിയെ മുട്ടുകുത്തിക്കണം എന്നുള്ള ആവശ്യം ആണ് പ്രധാനമായും ഈ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുടെ ഒരു വികാരം എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ നിന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ലഭ്യമായ സൂചനകൾ പ്രകാരം രാഹുൽ ഇതിനോടകം തന്നെ വയനാട്ടിൽ മത്സരിച്ചെങ്കിലും അമേഠിയിൽ കൂടി മത്സരിക്കുവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ AICC ആസ്ഥാനത്ത് നിന്നുള്ള അത്തരം സൂചനകളാണ് ഇതിനോടകം തന്നെ ലഭ്യമാകുന്നത്. പ്രധാനമായും മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു വികാരം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 2019 55,000 വോട്ടുകളോടെ ഭൂരിപക്ഷത്തോടെ സ്മൃതി ഇറാനി ജയിച്ച മണ്ഡലം, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്ത മണ്ഡലം, ആ മണ്ഡലത്തിൽ 2019 വരെയുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈ ഭരണമാറ്റം കൊണ്ടുണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കുക അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളൊരു സാഹചര്യം കൂടി അമേഠിയിൽ നിന്നുള്ള നേതാക്കൾ ഈ AICC ആസ്ഥാനത്ത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നേതൃനിരയിലുള്ളവരെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇതെല്ലാം ചർച്ചാ വിഷയമാക്കി അവിടുത്തെ വിജയപരാജയ സാധ്യതകളൊക്കെ തന്നെ കീറിമുറിച്ച് പരിശോധിച്ച ശേഷം മാത്രമാകും AICC നേതൃത്വത്തിൽ നിന്നും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഒരു വിഭാഗം നേതാക്കളുടെ ഒരു വികാരം അവിടെ പരാജയപ്പെട്ടാൽ തന്നെയും അത് സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുന്നത് അതിലൊരു അഭിമാനമായി കാണേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് എന്നുള്ളതാണ് ഈ പല പ്രാദേശിക നേതാക്കൾ അവിടെ നിന്നും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ വികാരം കൂടി പരിഗണിച്ച് വേണം കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ അവിടുത്തെ PCC നേതൃത്വത്തിനും ഉള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ റായ്ബറേലിയിലും ആര് മത്സരിക്കണമെന്നുള്ള കാര്യമാണ് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നത്. അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ പേര് പലകുറി പറഞ്ഞു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട
ചർച്ചകൾ പലതും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. എന്നാൽ അത് ആ ഒരു വിഷയത്തിലേക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാൻ കഴിയില്ല. സ്വാഭാവികമായും അവിടെ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരത്തിന് എത്തിയാൽ അവിടെ വലിയ ആരോപണങ്ങൾ പ്രിയങ്കയ്ക്കെതിരെ ഉയരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പ്രിയങ്കയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളൊക്കെ വീണ്ടും പൊങ്ങി ഉയരാൻ സാധ്യതയുണ്ട്. അത് ദേശീയ തലത്തിൽ മറ്റ് 5 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അവിടെയെല്ലാം ഇത് ബാധിക്കും. അതിനാൽ തന്നെ ഈ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം പോലും വളരെ കൃത്യമായി തന്നെ അളന്നുകുറിച്ച് കോൺഗ്രസ് ചുവടുവെക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്ന് രാത്രി തന്നെ ഒരുപക്ഷെ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നാളെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് ഒരുപക്ഷെ AICC നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായി. നന്ദൻ, ഈ അമേഠിയിലെ മത്സരിക്കുന്ന ആ വേളയിൽ അമേഠിയിൽ വീണ്ടും മത്സരിക്കാൻ ശ്രമിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു നിലപാട് നേരത്തെ തന്നെ ചില സൂചനകളായി പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയുമായി നമ്മുടെ ജനം TV-ക്ക് നൽകിയ അഭിമുഖത്തിൽ പോലും അവർ വളരെ വ്യക്തമായി ഇതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വയനാടിനെ ഉപേക്ഷിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ സൂചനകളിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കേണ്ടത് വയനാടിനെ ഉപേക്ഷിക്കുമെന്ന് തന്നെയല്ലേ? എന്താണ് നന്ദഗോപൻ അത് സംബന്ധിച്ചൊരു നിരീക്ഷണം നടത്തുന്നത്? ഇന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് രാഹുൽ ഏതാണ്ട് 4 or 5 മണ്ഡലങ്ങളിൽ മത്സരിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. വയനാട് എന്തായാലും BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനോട് രാഹുൽ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ പരാജയപ്പെടുന്ന രാഹുൽ മറ്റ് സുരക്ഷിതമായ മണ്ഡലങ്ങൾ തേടുകയാണ്. രാഹുലിനെ മുംബൈ നോർത്തിലേക്ക് മത്സരിക്കുവാൻ താൻ ക്ഷണിക്കുന്നതായിട്ടും ഇന്ന് അദ്ദേഹം പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. മാത്രമല്ല അമേഠിയിൽ മത്സരിക്കണമെങ്കിൽ അതിനും തയ്യാറാണ്. അവിടെ സ്മൃതി ഇറാനി രാഹുലിനെ മുട്ടുകുത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തനിക്ക് തർക്കമില്ല. ഇനി അതല്ല, പ്രധാനമന്ത്രിയോടൊപ്പം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വാരണാസിയിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മത്സരിക്കുവാനും ഇന്ന് പീയൂഷ് ഗോയൽ വെല്ലുവിളിക്കുന്നു. അതേപോലെ തന്നെ BJP-യുടെ വക്താവായ അമിത് മാളവീയ അടക്കം ഇതിനോടകം തന്നെ ട്വീറ്റ് ചെയ്തൊരു സംഭവം, അതായത് പ്രധാനമായും ഈ വയനാടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് രാഹുൽ മറ്റു മണ്ഡലങ്ങൾ തേടി പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ BJP-യുടെ അമിത് മാളവീയ അടക്കം നേരത്തെ ഉന്നയിച്ചിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അത്തരം ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉന്നയിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തതകൾ രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുലിൻ്റെ പ്രതികരണങ്ങൾ അത് AICC നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം മാത്രമേ രാഹുൽ ഈ വിഷയത്തിൽ പ്രതികരിക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് രാഹുൽ അമേഠിയിലേക്കോ അല്ലെങ്കിൽ റായ്ബറേലിയിലേക്കോ പോകും എന്നുള്ള ആരോപണങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ, അതായത് അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലും അതേപോലെ തന്നെ ആ വേളയിൽ വളരെ വലിയ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ്. ഏതായാലും അത് ഏതാണ്ട് അത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ BJP ഉന്നയിച്ച അത്തരം ആക്ഷേപങ്ങൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു അല്ലെങ്കിൽ അതിന് ഇനി ചിലപ്പോൾ മണിക്കൂറുകൾ മാത്രമേ വേണ്ടിവരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഐസ